ഹായ് ഹലോ എല്ലാവർക്കും KL40 ടെക്സ്റ്റൈൽസ് വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൾട്ടയിലെ ഫ്രീപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് മാൾട്ടയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നിത്യോപയോഗ സാധനങ്ങളും എല്ലാ സാധനങ്ങളും വരുന്നത് മാൾട്ടയിലെ ഫ്രീപോർട്ട് വഴിയാണ് വരുന്നത്. മാൾട്ടയിൽ എല്ലാവർക്കും അറിയാം, ചെറിയൊരു ഐലൻഡാണ്. 30-35 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ചുറ്റും വിസ്തീർണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ അധികം സാധനങ്ങളൊന്നും ഉൽപ്പാദിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് പച്ചക്കറികളും കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പുറം നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ച് ഇവിടെ ഷോപ്പുകളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് പതിവ്. അങ്ങനെയാണ് മാൾട്ടയിൽ ഫുള്ള് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്നല്ലേ, അതിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഇത് ഫ്രീപോർട്ട് എന്ന് പറയുന്നത് ബ്രിസപൂജയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഫ്രീപോർട്ട്. ഇവിടെയാണ് കപ്പലുകളിൽ കണ്ടെയ്നറൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി ഇവിടുന്നാണ് ഓരോ കടകളിലേക്കും ഓരോ കമ്പനികളിലേക്കും ഒക്കെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ ചെറിയൊരു ബീച്ചും സ്ഥിതി ചെയ്യുന്നുണ്ട്. ബ്രിസപൂജ ബീച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഫ്രീപോർട്ട്. ഇവിടെ ബസ് സ്റ്റോപ്പും ഉണ്ട്, ഫ്രീപോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്ന എല്ലാം കപ്പലുകളാണ്, ചരക്ക് കപ്പലുകൾ. ഇതൊക്കെ ഓരോരോ സാധനങ്ങളുമായിട്ട് വന്നതാണ്. ഇതെല്ലാം ഇവിടെ ഇറക്കിയതിന് ശേഷം അതാത് കണ്ടെയ്നർ ലോറികളിൽ എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്നാണ് ഫുള്ള് സാധനങ്ങളും മാൾട്ടയിലെ പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു. നല്ല ഇടിവെട്ടി കൊള്ളിയാൻ മിന്നിയുള്ള മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രീപോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് 1988 ഫ്രീപോർട്ട് സ്ഥാപിതമായത് കേട്ടോ. മെഡിറ്ററേനിയൻ മേഖലയിലെ ആദ്യത്തെ ട്രാൻസ്മെൻറ്റ് ഷിപ്പിലുള്ള ഹബ്ബായിരുന്നു ഇത് മാൾട്ട ഫ്രീപോർട്ട്. കമ്പനി നിലവിൽ മികച്ച യൂറോപ്യൻ തുറമുഖങ്ങളിൽ 12ാം സ്ഥാനത്താണ് കേട്ടോ ഈ ഫ്രീപോർട്ട്. കൂടാതെ മെഡിറ്ററേനിയൻ മേഖലയിലെ 3ാമത്തെ വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ലോജിസ്റ്റിക്സ് കേന്ദ്രവുമാണ് കേട്ടോ ഫ്രീപോർട്ട്. ഇത് കണ്ടെയ്നർ ഷിപ്പിൻ്റെ 95% ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ്സാണ്. ഇത് ഡിമാൻഡിങ് വർധനവിലൂടെയാണ് തുടർച്ചയായ ഫണ്ടിങ്ങിലും ഉടമസ്ഥതയിലുമാണ് ഇത് നിലനിന്ന് പോകുന്നത് കേട്ടോ. ഇത് മെഡിറ്ററേനിയനിലെ 3ാമത്തെ വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് മാൾട്ട ഫ്രീപോർട്ട്. അപ്പം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര വലുതാണെന്നുള്ളത്. അപ്പോൾ ഇവിടുന്നാണ് മാൾട്ടയിലേക്കുള്ള ഫുള്ള് കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യ സാധനങ്ങളെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച്. ഇപ്പോൾ മഴയായതുകൊണ്ട് ആരും വരുന്നില്ല. ഫോറിനേഴ്സൊക്കെ ഫുള്ള് തിരക്കുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഇപ്പോൾ ഈ തിരമാല അടിച്ച് കയറുന്ന കണ്ടില്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കടൽ ഇച്ചിരി റഫാണ്. അപ്പോൾ തിരമാല പൊങ്ങി വരുന്നുണ്ടല്ലേ, ഇവിടെ എല്ലാം വെള്ളം കയറാൻ തുടങ്ങും. അതാണല്ലേ വെള്ളം ഹോള് വഴി ഒഴുകി കയറി വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതൊരു ചെറിയ ബീച്ചും കൂടെയാണ്. അപ്പോൾ ഈ ബീച്ചിലേക്ക് വരുന്നവർ ബ്രിസപൂജ വണ്ടിയിൽ കയറിയിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഫ്രീപോർട്ടിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പുണ്ട്, അല്ലെങ്കിൽ ബുനി ബസ് സ്റ്റോപ്പുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൽ സ്വിം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സും സ്നാക്സ് ബാറും ടീ ഷോപ്പും കോഫി ബാറും കൂൾ ബാറും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബീച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും പുറകെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ പ്രഭു മുകളേൽ സൈനിങ് ഓഫ്. താങ്ക് യു. ബൈ.